ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഓലൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്തുകൊണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർ 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ സമയമെങ്കിലും നമ്മളിത് കുതിർത്ത് വെക്കണം. പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കുന്നത്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വൻപയർ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് തീ കത്തിച്ച് അടുപ്പിൽ വെക്കാം. 2 വിസിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്കിതിന് വേണ്ടത് ഇളവനാണ്. ഇളവൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. 2ആയി മുറിച്ചതിന് ശേഷം പുറമേയുള്ള തൊലി കളഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിനുള്ളിലുള്ള സീഡ്സും കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. തേങ്ങ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യം കിട്ടുന്ന പാല് മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കി വന്ന തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് ഒഴിച്ച തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൻപയറാണ്. വേവിച്ച് വെച്ചിരുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഉപ്പെല്ലാം നന്നായിട്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നും ചേർക്കാനില്ല. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനമായി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. എന്നാലേ ഇതിൻ്റെ രുചിയൊക്കെ ഇതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള ഓലൻ കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ്.